നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസിൻ കോരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. അത് ആരും ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമ്മൾ നാർസിസിസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ആ നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ അവരുടെ ബിഹേവിയേഴ്സ്, അവരുടെ വേരിയസ് ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് ആൻഡ് ഹൗ a person can be trapped in their deceiving അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന ഈ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഈ സോൾമേറ്റ് അല്ലെങ്കിൽ എൻ്റെ സോൾ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ദ സോൾ കണക്ഷൻ വിത്ത് എ നാർസിസിസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സോൾ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന ബന്ധം. അപ്പം നമുക്ക് തോന്നുന്നത് എനിക്ക് നല്ല ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, ആ വ്യക്തി എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം നമ്മളിങ്ങനെ പറയും, എനിക്ക് ഭയങ്കരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എന്നെ പറ്റി എല്ലാം അറിയാം, എൻ്റെ കണ്ണൊന്ന് പടച്ചാൽ മനസ്സിലാവും, അല്ലെ എനിക്ക് എന്ത് കാര്യത്തിനും എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ, ഞാൻ മനസ്സിൽ കാണുമ്പോൾ അത് മാനത്ത് കണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെയുള്ള, എൻ്റെ മനസ്സൊന്ന് വേദനിച്ചാൽ അറിയുന്ന, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള നമ്മുടെ സോളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങിയ ബന്ധം. വേറൊന്നുമല്ല, നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഇൻറ്റൻസ് കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ സാധാരണ ഒരു നാർസിസിസ്റ്റിക് ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോൾ കണക്ഷൻ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഈ നാർസിസിസ്റ്റ് ആർ വെരി വെരി ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. അവരുടെ ആക്ഷൻസ്, അവരുടെ ലുക്ക്, അപ്പോൾ അവർ ഭയങ്കര കരിസ്മാറ്റിക് ആയിരിക്കും, കാണാൻ നല്ല ഭംഗി, അവരുടെ മാനറിസംസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരെ ക്യാരി ദംസെൽസ് ഒക്കെ നമുക്കിങ്ങനെ തോന്നും. ഇങ്ങനൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ, ഇങ്ങനൊരു വ്യക്തിയുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാത്രം എനിക്ക് അത്രയും കേപ്പബിലിറ്റീസും ഇതുമൊക്കെ എനിക്കുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലും അവരത്രയും ഇതായിരിക്കും. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ നമ്മൾക്ക് അവരോടുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, ആ അട്രാക്ഷൻ ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ശരിക്കും അവർക്ക് ആരെയാണ് ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ഒന്ന് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വിക്ടിമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള, അതായത് നമ്മളുടെ ആ ഒരു കണക്ഷൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പം അവരെന്ത് ചെയ്യും, നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെ ഒരു ഐഡിയലൈസേഷൻ ഫോമിലേക്കൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ഇൻറ്റൻസ് ബോണ്ടിങ് നമ്മളായിട്ടുണ്ടാകും. ഐഡിയലൈസേഷനൊക്കെ നമ്മുടെ നിങ്ങളെപ്പോലൊരു വ്യക്തിയെ അവരുടെ ജീവിതത്തിലേക്ക് വന്നത് അവരുടെ വലിയൊരു അനുഗ്രഹമായി കാണുന്ന രീതിയിൽ നിങ്ങളെ ഭയങ്കരമായിട്ടൊരു ഐഡിയലൈസ്ഡ് പാർട്ട്ണറായിട്ട് അവർ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ എന്നിട്ട് അവരൊരു ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ബോണ്ടിങ്, അതായത് നിനക്ക് എന്നെ മനസ്സിലാവുന്നു, എനിക്ക് നിന്നെ മനസ്സിലാവും, ഈ ലോകത്തിലേക്കും വെച്ച് നമ്മൾ തമ്മിലാണ് ദ മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരിയോ ഫ്രണ്ട്സും ഒന്നുമല്ലാത്ത ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങും ലവും ഇവർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്കൊരു ഐഡിയലൈസ്ഡ് ഒരു റിലേഷൻഷിപ്പ്, അതായത് മാതൃകാപരമായിട്ടുള്ള നമ്മളുടെ മനസ്സിൽ നമ്മളെങ്ങനെ വേണം എന്നുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പും, അങ്ങനെയുള്ള ഒരു പാർട്ട്ണറാണ് നമ്മളെന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കും. നിങ്ങളാണ് ഐഡിയൽ പാർട്ട്ണർ, അതായത് നിങ്ങൾ ചെയ്യുന്നതെല്ലാമാണ് ശരി, നീ എന്നോട് പ്രവർത്തിക്കുന്നത്, നീ എന്നോട് ചെയ്യുന്നത് അതാണ് ഒരു ഐഡിയൽ പാർട്ട്ണറിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിച്ച് നമ്മളും അവരും തമ്മിലുള്ള നല്ലൊരു ഇൻറ്റൻസ് ബോണ്ടിങ് ഇവർ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ അന്നേരവും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് ഒരു കാരണവശാലും ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല ഫോം ചെയ്യുന്നത്. അതിനകത്തുനിന്ന് അവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു മാനിപ്പുലേഷൻ ചെയ്യും. അതായത് നിങ്ങളെന്ന വ്യക്തി ലോകത്തിലേക്കും വെച്ച് ഒരു പീസേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ, അത്രയും യുണീക്കാണ് നിങ്ങൾ അത്രയും എന്നിലേക്ക്, എൻ്റെ ആത്മാവിൽ അത്രയും എന്താ പറയുക എനർജിയും, അതല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയെ ആ വ്യക്തിയാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മളെ കൊണ്ട് തന്നെ അവരുടെ മേളിലേക്ക് ഒരു ഡിപ്പെൻഡൻസിയും അവരുടെ ഒരു കൺട്രോൾ നമ്മുടെ മേളിലേക്കും ആക്കും. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നീ എൻ്റെ ജീവൻ്റെ ജീവനാണ്, നീ എന്ത് ചെയ്താലും അതെന്നെ അഫക്റ്റ് ചെയ്യും,
നീ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം എനിക്ക് അഫക്റ്റ് ചെയ്യും. കാരണം അത്രയും നീ എൻ്റെ സോളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് വേദനയെടുക്കും, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് വേദനയെടുക്കും, നീ അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് വേദനയെടുക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ എനിക്ക് വേദനയെടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ അല്ലേ, അപ്പോൾ നമ്മളോട് അത്രയും ചേർന്നിരിക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ ഈ മാനിപ്പുലേഷനിൽ പലപ്പോഴും എല്ലാവരും വീണ് പോകും കേട്ടോ. കാരണം their charisma and അവരുടെ രീതികളും ഒക്കെ അങ്ങനെയാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് വീണു പോകും. എന്നിട്ട് നമ്മളൊരു ഫോൾസ് കണക്ഷൻ ഉണ്ടാവും. അതായത് ഈ നമ്മുടെ വൾണറബിലിറ്റിയും ഇതുമെല്ലാം കൂടെ ചേർത്തിട്ട് ഇവരതിനകത്തേക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, ഇനി വേറൊരു ബന്ധവും ഇത്രയും ആഴത്തിലുള്ളതും എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിയതുമായിട്ടില്ല എന്നുള്ള രീതിയിലാക്കിയിട്ട് ഇവര് ഒരു ഫോൾസ് കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഒറ്റ തിരിയുന്ന എങ്ങനെ വെച്ചാൽ, അപ്പം നമ്മൾ ഇതിനകത്ത് പെട്ട് നമ്മളൊരു സോൾ കണക്ഷൻ നമ്മൾ നാർസിസിസ്റ്റുമായിട്ട് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതെല്ലാം അവർ പ്ലാനിങ് ആണ്. അത് നമുക്ക് ഈ എൻ്റെ അടുത്തൊക്കെ വന്ന അത്രയും വിട്ടുപോരാൻ മേലാത്ത സോൾ കണക്ഷൻ ഉള്ള രീതിയിലിരിക്കുന്ന വ്യക്തികൾ പറയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും വാട്ട് വേ ദേ മാനിപ്പുലേറ്റ്. ഈവൻ ആ ഒരു രീതിക്ക് പോലും അവർ പറയുന്നത് വെൻ ഐ ആം വിത്ത് ദാറ്റ് പേഴ്സൺ ഐ ഫീൽ സോ ഗുഡ്, സോ ഹാപ്പി എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നല്ല അബ്യൂസാണ്, ഭയങ്കരമായിട്ടുള്ള അബ്യൂസ്. അപ്പോൾ അവരോട് ചേർന്ന് കഴിയുമ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു അവിടെയാണ് പിന്നെ അവർ ദേ ഡിവാല്യൂ ദ പേഴ്സൺ. അതുപോലെ തന്നെ ഇമോഷണൽ ഡാമേജസ് വരുത്താൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ പാർട്ട്ണറിൽ ഒരു സെൻസ് ഓഫ് കൺഫ്യൂഷൻ വരുത്താനായിട്ട് തുടങ്ങും. പിന്നെ ഇവർ പല കാര്യങ്ങളും പാർട്ട്ണറോട് നമ്മളിങ്ങനെ ബെഗ് ചെയ്യുന്ന പോലെ, പക്ഷെ ഇവർ ബെഗ്ഗിങ്ങിലേക്ക് കൊണ്ടുവരും ഈ വ്യക്തിമിനെ. കാരണം സോൾമേറ്റ് അല്ലേ, സോൾമേറ്റിൻ്റെ അടുത്തുനിന്നല്ലേ എനിക്ക് കിട്ടണ്ടേ. അപ്പോൾ എൻ്റെ സോൾ സ്റ്റാർട്ടഡ് ടു ഫീൽ, എന്താ പറയുക, നമുക്ക് ഈ വാലിഡേഷൻ ആൻഡ് അപ്രീസിയേഷൻ മൈൻഡിൻ്റെ ഹങ്കറാണ്. നമുക്കെല്ലാവർക്കും അത് വേണം. ഇതെല്ലാം നാർസിസിസ്റ്റുകൾക്ക് അറിയാം, നമുക്കിതെല്ലാം വേണം. അതുവരെ ഇത് വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നമ്മൾ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ പാട്. പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് അതിനകത്തേക്ക് ആ സോൾമേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് ഡിപ്പെൻഡൻ്റ് ആയി അവരുടെ കൺട്രോളിലേക്ക് വന്നു കഴിയുമ്പോൾ നേരൊരു ഇൻവാലിഡേഷൻ. അവർ നമ്മളെ വാലിഡേറ്റ് ചെയ്യാതെ നമ്മളെ ഫീൽ ചെയ്യിക്കും. ദെൻ വി ഹാവ് ടു ബി ബിഹൈൻഡ് ദം. അവർക്ക് വാലിഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, അവരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലേക്ക് അവരങ്ങ് പെട്ടെന്ന് ടേൺ ചെയ്യും. നമ്മൾ എല്ലാത്തിനും അവരോട് ബെഗ് ചെയ്യുക, അവരുടെ എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ പുറകെ നടക്കുക, നമ്മളവരെ എന്താ പറയുക, നമ്മളൊരു കൈൻഡ് ഓഫ് എ ട്രോമ ബോണ്ടിങ്ങിലേക്കൊക്കെ നമ്മൾ അങ്ങോട്ട് കയറും. അപ്പോൾ അതായത് നമുക്ക് നിൽക്കാവോ എന്നാൽ അത് വിടാവോ അതും പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളവർ കൊണ്ടെത്തിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയാം, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ എന്നുള്ളതാണ് നമ്മുടെ ഈ ട്രോമ ബോണ്ടിങ്. പിന്നെ അതിൻ്റെ കൂടെ ചില സ്പിരിച്വൽ കണക്ഷൻസ്, സ്പിരിച്വൽ രീതിയിലൊക്കെ നമ്മളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് ഫിനാൻഷ്യലി സെക്ഷുവലി ഭയങ്കരമായിട്ട് നമ്മളെ ഇതാക്കുന്നവരുണ്ട്. അപ്പോൾ അതിലത്തൊക്കെ ബെഗ്ഗിങ് ഒക്കെ ചെയ്ത് നമ്മളെ ഇതാക്കി അവർ ഭയങ്കര ഒരു ഫീലൊക്കെ തന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന. അപ്പോൾ ഈ സോൾ കണക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിചാരം ആത്മാവിൽ കണക്റ്റായ വ്യക്തിയല്ലേ, ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഈ വ്യക്തി ഇല്ലാതെ എൻ്റെ ആത്മാവ് എംപ്റ്റി ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരിൽ നിന്നുണ്ടാകുന്ന ഈ ഡിവാലുവേഷനും നമുക്കറിയത്തില്ലേ, നമുക്ക് ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ നമ്മളെ വാല്യൂ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ആദ്യമേ നമ്മളെ അങ്ങനെ ഇരുത്തിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ. അപ്പം നമുക്ക് വിശക്കാൻ തുടങ്ങും. ആരാ തന്നുകൊണ്ടിരുന്നത്? ഇവരാ തന്നുകൊണ്ടിരുന്നത്. തന്നവരിൽ നിന്നേ പിന്നെ നമ്മൾ ചോദിക്കത്തുള്ളൂ. അപ്പം സോളിലേക്കൂടെ കണക്ഷൻ ആയാലും ഇയാളാണ് എൻ്റെ ആത്മാവിനെ നിറയ്ക്കാൻ പറ്റുക, അയാളോട് തന്നെ നമ്മളിങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോൾ കണക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാനിപ്പുലേറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്ത് നമ്മളൊരു ഐഡിയലിസ്റ്റ് പാർട്ട്ണർ ആണെന്നുള്ള രീതിയിൽ ഉണ്ടാക്കി നമ്മൾ തരുന്നതെല്ലാമാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മളെ ഫീൽ ചെയ്യിച്ച് അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഒരു റിലേഷൻഷിപ്പിൽ ആർക്കുമില്ല. എല്ലാ റിലേഷൻഷിപ്പും എന്ന് പറയുന്നത് നമ്മൾ റെസ്പെക്റ്റിലും അണ്ടർസ്റ്റാൻഡിലുമാണ് ഉണ്ടാകേണ്ടത്. അതിനകത്തൊരു ഹെൽത്തി ബോണ്ടിങ് ആണ് വരേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെ അറിയാതെ, ഈ കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മളിൽ വൾണറബിലിറ്റിയും നമ്മളിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലായ്മയൊന്നും ഉണ്ടാകാതിരിക്കണം. അതായത് നമ്മളെന്ന വ്യക്തിത്വത്തെ നമ്മൾ അറിയണം. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ അറിയാതിരിക്കുമ്പോൾ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അറിയാതിരിക്കുകയും
എൻ്റെ ഇൻഡിപെൻഡൻസ് എനിക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പം എന്നിലൊരു ഫ്രീഡം എന്ന് പറയുന്ന സംഗതിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു രീതിയിൽ സ്ട്രോങ് അല്ലാത്ത, ടഫ് അല്ലാത്ത, സ്വയം തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെ മുകളിലേക്ക് ഒരു നാർസിസിസ്റ്റ് ഇതുപോലത്തെ കാര്യങ്ങളുമായിട്ട് വരത്തുള്ളൂ. സോ വെൻ യു സ്റ്റാർട്ടഡ് ടു ഫീൽ സംബഡി ഈസ് എ സോൾമേറ്റ് എന്നും പറഞ്ഞ് വരുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഈ സോൾമേറ്റുകളും ഇതുപോലെ അട്രാക്ഷൻസും ഇതുപോലെ ഐഡിയലൈസേഷൻസും ഇങ്ങനത്തെ മാനിപ്പുലേഷൻസും ഒക്കെ വരുമ്പോൾ യു നീഡ് ടു ബി വെരി കെയർഫുൾ. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനെന്ന വ്യക്തി ആരാണ്, ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്, എന്നെയാണോ സ്നേഹിക്കേണ്ടത് ആദ്യം, അതോ മറ്റുള്ളവരെയാണോ സ്നേഹിക്കേണ്ടത്, എൻ്റെ ബൗണ്ടറീസ് ഒക്കെ എങ്ങനെയാണ്, ഇസ് ദാറ്റ് സംബഡി ഈസ് ലൈക്ക് ബ്രേക്കിംഗ് ദ ബൗണ്ടറി ആൻഡ് ഡൂയിങ് സോ മച്ച് ഓഫ് ഡാമേജ് ടു മൈസെൽഫ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഒരു സോൾമേറ്റ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് പിന്നെ ഓവർ ഡിമാൻഡ്സ് ആയി നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മെൻ്റൽ പീസും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്തിട്ട് അവരിൽ ഡിപ്പെൻഡ് ആയിക്കൊണ്ട് കരഞ്ഞ് വിളിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെഗേഴ്സ് ആക്കും. അങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റിൻ്റെ മാനിപ്പുലേറ്റീവ് വേ ഓഫ് മേക്കിംഗ് സോൾ കണക്ഷൻസിലേക്ക് കൊണ്ടുവന്നിട്ട് ശരിക്കും ബെഗേഴ്സ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, എന്നോടൊന്ന് നോക്കിയാൽ മതി, എന്നെ ഒന്ന് കണ്ടാൽ മതി, എന്നെ ഒന്നും ചെയ്യണം, ഞാനിവിടെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഫീൽ എനിക്ക് തന്നെ, ആ ലെവലിൽ ബെഗ് ചെയ്യുന്നവരെ ഞാൻ എൻ്റെ ക്ലയൻസിനിടെ കണ്ടിട്ടുണ്ട്. ശരിക്കും പത്തറ്റിക് അല്ലേ അങ്ങനെ ഒരു ജീവിതം? എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുക? എത്രയോ പ്രഷ്യസ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ജീവിതമല്ലേ? അതിനെയല്ലേ നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളായിട്ടും ഏറ്റവും എന്താ പറയുക, ഡിഗ്നിഫൈഡ് ആയിട്ടും കൊണ്ട് നടക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും മനോഹരമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. അതിനകത്ത് നമ്മൾ ആരെയും അബ്യൂസ് ചെയ്യാൻ പാടില്ല, നമ്മൾ അബ്യൂസ് എടുക്കാൻ പാടില്ല, നമ്മൾ സെൽഫ് അബ്യൂസും ചെയ്യാൻ പാടില്ല. ഈ പുറകെ നടന്ന് ബെഗ് ചെയ്യുന്നതെല്ലാം സെൽഫ് അബ്യൂസിനോട് ആ രീതിക്കുള്ള ആക്ഷൻസ് ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പീസും ഹാപ്പിനെസ്സിലും പ്രോഗ്രസ്സിലും ജീവിക്കാൻ നമുക്കെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.